എല്ലാ പ്രേക്ഷകർക്കും 95, 90, 85 അതിനു മുമ്പെയുള്ള കാലഘട്ടത്തിന് മുമ്പെയുള്ള പനയക്ഷി, വടയക്ഷി, പനയക്ഷി, വടയക്ഷി, പിന്നെ മറ്റ് യക്ഷികളുടെ ലോകത്ത് പാലപ്പൂയക്ഷി, പാലയക്ഷി, ഇത്തരം യക്ഷികളുടെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു സിനിമ കണ്ടു. 1988, 90, 92, 93 കാലഘട്ടത്തിലൊക്കെ ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. അതുകൊണ്ട് ആ ചെറുപ്പകാലത്ത് ഉള്ള ഒരു ചെറിയൊരു കഥ പറഞ്ഞ് ഞാൻ തുടങ്ങാം, എന്നിട്ട് വിശദാംശത്തിലേക്ക് വരാം. എൻ്റെ ബാല്യകാലത്ത്, അതായത് ഞാനൊരു 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, അല്ലെങ്കിൽ 5, 6 ഈ ക്ലാസ്സുകൾ എൻ്റെ ബാല്യകാലങ്ങളിൽ എൻ്റെ നാട്ടിൽ നിറച്ച് പനയുണ്ട്. പന, നമ്മൾ നുങ്കൊക്കെ എടുക്കുന്ന നുങ്ക്, കരിപ്പട്ടി കാച്ചുന്ന, കള്ളെടുക്കുന്ന പനകളുണ്ട്. പിന്നെ എൻ്റെ നാട്ടിൽ ചുറ്റും നിറച്ച് വിശ്വാസങ്ങളുണ്ട്. വിശ്വാസങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും ഇന്ന് ആലോചിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വിശ്വാസം. ആ വിശ്വാസം തങ്ങി നിൽക്കുന്ന കാലം. പിന്നെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു മരണം നടന്ന, പ്രത്യേകിച്ച് ഇൻ കേസ് ഒരു 50 വയസ്സിനുള്ള താഴെയുള്ള ആളോ ആണെങ്കിൽ, ജനറൽ മരണമാണെങ്കിൽ പോലും, അയാൾ ഒരു നോർമൽ മരണമാണെങ്കിൽ പോലും, ഇനി അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും സൈഡിലൊരു സൂയിസൈഡോ, ചെറുപ്പക്കാരല്ലാതെ മരിക്കുകയോ, ആക്സിഡൻറ്റോ, അങ്ങനെയൊക്കെ മരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കഥകൾ കേട്ട്, കഥകളെന്ന് പറഞ്ഞാൽ അന്ന് കഥകളായിരുന്നില്ല, അന്ന് ഇതെല്ലാം റിയാലിറ്റി ആയിട്ടാണ് വീട്ടിലൊക്കെ സംസാരിച്ചിരുന്നത്. വീട്ടിലായാലും സമൂഹത്തിലായാലും നമ്മൾ ആരടുത്ത്, നമ്മുടെ മുതിർന്നവർ, അതായത് പഴയ പ്രായമുള്ള ആൾക്കാരോട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചാലും എല്ലായിടത്തും ഒരു കൂമ്പാരമായ കഥകളുണ്ടായിരുന്നു. ഒരു മരണം നടന്നാൽ അല്ലെങ്കിൽ ആചാരങ്ങൾ എല്ലാത്തിലും ഇത് ബന്ധപ്പെട്ടിരുന്നു. പൊതുവിൽ അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ, അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചുള്ളൂ. എൻ്റെ ബാല്യകാലത്ത് എനിക്കൊരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ നമുക്ക് ചിന്തിക്കുന്ന ഒരു സമയത്തിലോട്ട് വരുമ്പോൾ, 4, 3ാം ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് മുതലേ വീട്ടിൻ്റെ പുറത്ത്, അതായത് സൂര്യനൊന്ന് അസ്തമിച്ചു പോയാൽ പിന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ്. പേടിപ്പെടുത്തുന്ന കഥകൾ എന്ന് പറയുന്നത് എവിടെ പോയാലും കേൾക്കാം. അതായത് പള്ളിയിൽ പോയാൽ, മീൻസ് ചർച്ചിലാണ്, വീട്ടുകാരൊക്കെ വളരെ ചർച്ചിലാണ്, ചർച്ചിൽ പോയേ പറ്റൂ, ചർച്ചിൽ പോയാൽ കേൾക്കാം. ചർച്ചിൽ പോയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിൻ്റെ കഥകൾ, പൈശാചികത, പിശാജ് കൊമ്പും വെച്ച് കറുത്ത രൂപവും കൊണ്ട് വികൃതമായിട്ടും പല രീതിയിലും നമ്മളെ ട്രാപ്പ് ചെയ്യിക്കുന്ന കഥകൾ. തിരിച്ച് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലപ്പൂയക്ഷി, മുല്ലപ്പൂയക്ഷി, പനയക്ഷി, ചുടലയക്ഷി, രക്തയക്ഷി, ഇങ്ങനെ യക്ഷിമാരുടെ കഥകൾ. പിന്നെ പുറത്ത് കാരണവന്മാരോട്ട് അവരോട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുറേ ആചാരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യക്ഷികളുടെ കഥകളും. ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് വളരെ, നമ്മുടെ കുഞ്ഞു മനസ്സല്ലേ, ഇന്നത്തെ പോലെ ചിന്തിക്കാൻ, അങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്ത മനസ്സ്. കാരണം ഇവരെല്ലാവരും കൂടെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച്, ഇരുട്ടിനെ അങ്ങ് വല്ലാതെ പേടിപ്പിച്ചിരിക്കുന്ന കാലം. ഈ കാലത്തൊക്കെ ഉണ്ടായ ഒരു ഡ്രോബാക്ക്, യക്ഷികഥയിലോട്ട് വരുന്നതിന് മുൻപ് ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ കേട്ടിട്ടേ 6, 6:30, 7 മണി കഴിഞ്ഞ് 6 മണി പോലും ആകണ്ട, നമ്മൾ ഒന്നിലധികം പേര് കൂട്ടില്ലാതെ പുറത്തിറങ്ങൂല. 6:30, 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് പഴയ കാലത്തൊന്നും നമ്മുടെ വീടുകളൊക്കെ വളരെ ചെറുതല്ലേ, ഒരു മുറി ഒക്കെ അല്ലേ ഉള്ളൂ. ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ ഓപ്പൺ എയറാണ്, യൂറിൻ പാസ് ചെയ്യാനും എന്തിനും. അതിലേക്ക് പോലും ഇറങ്ങാൻ പേടി, ഇരുട്ടിന് ഭയം, പേടിപ്പെടുത്തുന്ന ഈ കഥകൾ കേട്ട് വളർന്ന ബാല്യകാലം. അപ്പോൾ അതിലൊരു കഥ ഞാൻ പറയാം. എൻ്റെ വീട്ടിലൊക്കെ വൈകുന്നേരം ഈ പ്രയർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഭയങ്കര പ്രയറാണ്. അതിലെല്ലാം ദൈവം നമ്മളെ രക്ഷിക്കുമെന്ന് പറയും. ഒന്നിനെയും പേടിക്കേണ്ടെന്ന് പറയും. അപ്പോൾ ആ ധൈര്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് ഒരു 8, 8:30 ആകുമ്പോൾ എല്ലാവരും ഒത്തുകൂടി ചർച്ച ചെയ്യുന്ന സമയമാവും.
അപ്പോൾ സമയമായി കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടുകാര്യങ്ങൾ പറഞ്ഞിരുന്നതിന് ശേഷം കഥകൾ തുടങ്ങും. കഥകൾ തുടങ്ങണത് ഇന്നത് കഥയാണ്, അന്നത് കഥയല്ല, റിയാലിറ്റിയോട്ട് പറഞ്ഞത്. എൻ്റെ വീട്ടിന് ചുറ്റും പനയുണ്ട്, പനയുടെ ഒരു കൂമ്പാരണം. പിന്നെ അവിടെയൊക്കെ ചുറ്റും ആൽമരങ്ങളും മറ്റെല്ലാം ഉണ്ട്, എല്ലാ ഇതുണ്ട്. പിന്നെ വീട്ടിനടുത്തൊക്കെ പഴയ കാലത്ത് പിന്നെ ഹിന്ദു മെത്തോളജി പ്രകാരം, ഹൈന്ദവ ആചാരപ്രകാരം, മെത്തോളജിയിലെ ആചാരപ്രകാരമൊക്കെ നടക്കുന്ന കുരിശികൾ എന്ന് പറയും. അതായത് വീട്ടിലൊക്കെ നടക്കുന്ന ഉഗ്രസംഹാര പൂജകൾ, ഇതൊക്കെ വീട്ടിന് ചുറ്റും നടക്കും. പിന്നെ ചർച്ചിൽ പറയുന്ന ഈ പറഞ്ഞ, ഞാൻ പറഞ്ഞില്ലേ, ആ പറഞ്ഞ വൈശാചികതയുടെ ഒരു കൂമ്പാരങ്ങൾ. അപ്പം ഇതെല്ലാം ഉള്ള സമയത്ത് വീട്ടിൽ കഥ പറയും. ഇതെല്ലാം വിശ്വാസമായിട്ട് ബന്ധപ്പെടുത്തി പറയണം എല്ലാം. പിന്നെ അത് പോയിട്ട് കഥ എന്തെങ്കിലും കാരണവശാൽ മുസ്ലിങ്ങളുടെ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ജിന്നിനെ കുറിച്ച് പറയും. ജിന്ന് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ ഇങ്ങനെ ഇത് തൊട്ടുതൊടാത്ത, എവിടെയോ ഒരു നോളജും ഇല്ലാത്ത തൊട്ടുതൊടാത്ത കഥകളാണ്. അപ്പോൾ ഈ കഥകൾ നമ്മുടെ വീട്ടിൻ്റെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഡെവലപ്മെൻ്റ് ഇല്ല, കറണ്ടൊന്നും വരാത്ത കാലഘട്ടം ആയതുകൊണ്ട് അവിടെയൊക്കെ ഈ കാടും മറ്റു കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് കഥകൾ, ആചാരങ്ങൾ, അതായത് രാത്രി ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പനയിൽ യക്ഷിയുണ്ട്. അതാണ് രസം. നമ്മൾ നുങ്ക് കുടിക്കുന്ന, ധാരാളം കള്ളു കുടിക്കുന്ന, ധാരാളം പിന്നെ ശർക്കര ഉണ്ടാക്കി അത് എല്ലാവരും കഴിക്കുകയും കുട്ടികൾക്കടക്കം കൊടുക്കുന്ന പ്രോഡക്റ്റ് തരുന്ന പനയിലെ യക്ഷിയാണ്. ഈ യക്ഷി രാത്രി യക്ഷി വരും. ഈ യക്ഷി വെള്ള വസ്ത്രമൊക്കെ ഇട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി സുന്ദരിയായതുകൊണ്ട്, വിരൂപിയായതുകൊണ്ട്, അങ്ങനെ പല പല യക്ഷി, കാണാൻ കൊള്ളില്ലാത്ത യക്ഷി, കാണാൻ കൊള്ളാന്നുള്ള യക്ഷി. ഇവര് ചങ്ങല കയ്യിലിട്ട്, ചങ്ങലയിട്ട് പോണ യക്ഷികളുണ്ട്, ചങ്ങല ഇടാതെ പോണ യക്ഷികളുണ്ട്. ഇവരൊക്കെ രാത്രി 9 മണി മുതൽ വെളുപ്പിന് 4 മണി വരെയാണ് സഞ്ചാരം. ഇവർ നമ്മളെ കൈ കിട്ടിയാൽ കീറിപ്പുളകും, കൊന്നു കൊല വിളിച്ചിട്ട് നമ്മളെ കൊല വിളിക്കുമെന്ന് പറഞ്ഞാൽ പല വിധത്തിലാണ് വീട്ടിൽ കഥ പറയണത്. ഇതിൻ്റെ യക്ഷികൾ പനയിൽ നിറങ്ങും, ചില യക്ഷികൾ ചങ്ങലയോടുകൂടി വലിച്ചുകൊണ്ടുപോകും. ഈ സൗണ്ട് നമുക്ക് ചങ്ങല കിളിങ്ങണ കല കേട്ടാം. ഇങ്ങനെ അല്ലാത്തൊരു നോർമൽ യക്ഷി നടക്കുമ്പോഴത്തേക്കും പാദസരത്തിൻ്റെ സൗണ്ട് കേൾക്കാം. വേറൊരു യക്ഷി നടക്കുമ്പോൾ നൃത്തത്തിൻ്റെ ചെലങ്കയുടെ സൗണ്ട് കേൾക്കാം. ഇങ്ങനെ പല വിധത്തിൽ. പിന്നെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പിശാചിൻ്റെ ലെവലിലൊക്കെ പോകും. ഇങ്ങനെയുള്ള യക്ഷിക്കഥകൾ കേട്ട് നമ്മൾ ഈ കുഞ്ഞിലെ നമ്മുടെ ചിന്ത മുരടിച്ചു പോകും. പേടി, സർവത്ര പേടി, എന്തിനേയും പേടി, പരസ്പര ആശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ അത്രയും നമ്മുടെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ എത്ര മനസ്സിലാവുന്നുള്ളൂ, അത്ര പേടിച്ച് വരേണ്ട ബാല്യകാലം. അത്രയ്ക്ക് വീട്ടിലിരുന്ന് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ, കാരണം അന്നൊക്കെ നമ്മൾ റാന്തൽ വിളക്കാണുള്ളത്. റാന്തൽ വിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ മണ്ണെണ്ണ ഒഴിച്ചിട്ടുള്ള വിളക്ക്, അത് കുറച്ച് മണ്ണെണ്ണ ഉള്ളപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ചൂട്ട് കത്തിക്കുക. ഇങ്ങനെയുള്ള കാലത്ത് പേടിച്ച് വരേണ്ട രാത്രികൾ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. അത്ര യക്ഷിക്കഥകളുടെ ഒരു ലോകമാണോ എന്ന് വെച്ചാൽ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ യക്ഷികളൊന്നും ഇപ്പോൾ കാണാറില്ല. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ എടുക്കാം. ഈ യക്ഷിക്കഥകളുടെ ലോകത്തിൽ നിന്ന് പേടിച്ച് വരേണ്ട ഒരു മെൻ്റലി ഡിപ്രഷഡായിട്ട് ജീവിച്ചു വന്നവരാണ് നമ്മളൊക്കെ. എൻ്റെ തലമുറയിൽ എനിക്ക് തോന്നുന്നു 90% പേര്, 95% പേരും ഇങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. ഇങ്ങനെ പേടിച്ച് വരണ്ട് ജീവിതം. 90, 85, 90 എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ല ടൈമാണ് ഞാൻ പറയുന്നത് കേട്ടോ. 90 എന്ന് പറഞ്ഞാൽ ഞാൻ 76ആണ്, 90 എനിക്ക് 14 വയസ്സേ ഉള്ളൂ. ഈ ടൈമിലൊക്കെ ഇങ്ങനെയുള്ള കാലം, ഈ കാലത്തൊക്കെ പേടിച്ച് വരണ്ട് ജീവിച്ച് ആ ടൈമിലുള്ള കുറേ യക്ഷിക്കഥകൾ കേട്ട് വളരുകയും, പിന്നീട് ഞാൻ അതിൻ്റെ പിന്നീടുള്ള പിൽക്കാലത്തിലോട്ട് പോകണില്ല. ഞാനിപ്പോൾ ഈ സംഭവം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിച്ച് വരേണ്ട ഒരു ബാല്യകാലഘട്ടത്തിൻ്റെ കഥയാണ് ഇന്ന് കണ്ട ഒരു സിനിമ പറയുന്നത്. അതായത് ആ സിനിമയുടെ പേരെന്ന് പറയുന്നത് സുമതി വളവ് എന്ന് പറഞ്ഞൊരു മലയാള സിനിമ കണ്ടു. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കി പറഞ്ഞാൽ രസകരമായിരുന്നു. 2.5 മണിക്കൂർ ഒരു ബോറുമില്ലാത്ത നല്ല രസികൻ സിനിമ. ആ കാലഘട്ടത്തിൻ്റെ മൊത്തവും ആ കാലഘട്ടത്തിൽ തന്നെ കാണിച്ചുകൊണ്ട്, അത്യാവശ്യ സിനിമയ്ക്ക് വേണ്ട ചേരുവകൾ ചേർത്തുകൊണ്ട് ഉള്ള ഒരു ചിത്രം. ഞാൻ എൻ്റെ ബാല്യകാലത്തെ കഥ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് സൂചിപ്പിച്ചതുകൊണ്ടാണ്.
അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു വീവോടെ ഈ സിനിമയെ നമ്മൾ കാണുകയാണെങ്കിൽ അനുഭവമുള്ള ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ ആ അനുഭവം ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് സുമതി വളവെന്ന് പറഞ്ഞ ആ സിനിമയുടെ കഥ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യണമെന്ന് പറ്റണമെന്നില്ല. പക്ഷെ ഞാനതാണ് പ്രേക്ഷകരുടെ നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഒരു ലൈറ്റും ഇല്ലാത്ത, ഒരു പ്രകാശമില്ലാത്ത ഒരു ഇരുട്ടിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കുട്ടികൾ ഇരിക്കുമെന്ന് ചോദിച്ചാൽ പോലും ഇത്തിരി സംശയമുണ്ട്. 195 കുട്ടികൾ ഇരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ 14-15 വയസ്സായപ്പോൾ ആ രീതിയിലൊക്കെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇപ്പോഴും കഥകളുണ്ട്. പിന്നെ പ്രകാശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് വലിയ എഫക്റ്റ് ചെയ്യണില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പേടിച്ചിരുന്ന കഥ അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ എന്നെപ്പോലെ ബാല്യകാലത്ത് പേടിച്ചിരുന്ന ഒരു കഥ, പേടിച്ചു ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് രസകരമാണ്. നല്ല മലയാളത്തിലൊക്കെ നല്ല നമ്മുടെ അന്നത്തെ ലോക്കൽ ലാംഗ്വേജ് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാം. അന്നത്തെ ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞാൽ നല്ല ഏറ്റവും താഴ്ന്ന ലാംഗ്വേജിൽ നമ്മളിവിടെയൊക്കെ പറയും പേടിച്ചു തൂറി എന്നിങ്ങനെ പറയും. അതാണ് ആ ലാംഗ്വേജ്. പേടിച്ചു തൂറി നടക്കുന്ന കുറേ സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ കുട്ടികളെക്കാളും പറഞ്ഞ് പേടിപ്പിക്കുന്ന സീനിയർ രക്ഷകർത്താക്കൾ, നാട്ടുകാർ. ആ നാട്ടുകാരെക്കാളും പറഞ്ഞ് അന്തം വിട്ട് നടക്കുന്ന കുറേ വിശ്വാസികൾ. ഈ കാലത്ത് നമ്മൾ പേടിച്ചിരുന്ന കഥ, ആ ഒരു കഥയെ ഇത് സ്ക്രിപ്റ്റ് ചെയ്ത ആൾക്ക് എത്ര വയസ്സ് വരുമെന്നോ പ്രായമുള്ള ആളാണോന്നോ ഒന്നും എനിക്കറിഞ്ഞില്ല, അല്ലെ അയാളത് അന്വേഷിച്ചിരിക്കും. ആ കാലഘട്ടത്തിൻ്റെ കഥയാണ് ഈ സുമതി വളവ്. സുമതി വളവിൻ്റെ പടത്തിൻ്റെ മൊത്തത്തിൽ ഈ സ്റ്റോറി ലിങ്ക് ചെയ്തിട്ട് ആ കാലഘട്ടത്തിൽ ചിന്തിച്ച് കാണിക്കുന്ന ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് കണ്ടു. ഹരിശ്രീ അശോകൻ്റെ മകൻ അഭിനയിച്ചിരിക്കുന്ന സിനിമ, ഹരിശ്രീ അശോകൻ്റെ മകൻ, പുതിയ നായിക, പിന്നെ പോപ്പുലർ എന്ന് പറയാൻ പറ്റിയ അതിൽ ആർട്ടിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. പുതിയ നായിക, പുതിയ സബ് നായിക, പിന്നെ നമ്മൾ അത്യാവശ്യം മലയാളത്തിലെ പിന്നെ സൈജു കുറുപ്പ്, പിന്നെ അതിൻ്റെ ഒപ്പം മറ്റു ചില പുതിയ നടന്മാർ, വില്ലനായിട്ട് അഭിനയിക്കുന്നവരൊക്കെ പുതിയ ആൾക്കാർ. പക്ഷേ ഇതൊരു ഗ്രാമത്തിൽ എൻ്റെ കൊച്ചുകാലത്ത് നടന്ന കഥയല്ല പഠിപ്പിച്ചിരുന്നത്. ഇങ്ങനെ ഒരു സിനിമ നല്ല രീതിയിൽ 2.5 മണിക്കൂർ ഒരു ബോറില്ലാതെ നല്ല സ്റ്റൈലിൽ ചെയ്തിട്ട് വച്ചിട്ടുണ്ട്. ഈ സിനിമ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഇത് എന്തുകൊണ്ട് തിയേറ്റർ വാച്ച് എന്ന് ഞാൻ പറയുന്നത്, ഈ സിനിമ ഒരിക്കലും വിഷ്വലൈസ് ചെയ്തിട്ട് ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതൊന്ന്. പുതിയ രീതിയിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി അത് പറഞ്ഞെന്നുള്ളൂ, ഒന്നില്ല. പക്ഷെ ഇതിനകത്ത് ഈ പടം ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് നിങ്ങളൊന്ന് പുതിയ തലമുറയൊക്കെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ പഴയ കാലത്തെ ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അന്നത്തെ കാലത്തെ എല്ലാ ചുറ്റുപാടും ആ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് ഒരു ആധുനിക ഒട്ടും വരാത്ത രീതിയിൽ അവിടെയുള്ള ക്ഷേത്രങ്ങളായാലും, അത് ചുറ്റുപറ്റി വരുന്ന ഗ്രാമമായാലും, ആ ഗ്രാമത്തിൻ്റെ ഓരോ കവലകളായാലും, അത് ചുറ്റുപറ്റി വരുന്ന കാട്ടിനകത്തൂടെയുള്ള ചെറിയ വളവായാലും, പിന്നെ ഇതിലെല്ലാം ഉപരി അതിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ, വസ്ത്രങ്ങളായാലും, നായികയുടെ ഒരു പൊട്ട് മുതൽ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്ലൈഡ് കുത്തുന്ന ഒരു രീതിയുണ്ട് ആ കാലഘട്ടത്തൊക്കെ. പെൺകുട്ടികൾ ഇങ്ങനെ പൂ ഇങ്ങനെ വെച്ചിട്ട് കുത്തുന്ന ഒരു പോയിന്റുകളുണ്ട്, ഇങ്ങനെ അടുക്കി കുത്തിയാൽ എങ്ങനെയായിരിക്കും അതുവരെ. പിന്നെ ബ്ലൗസിൻ്റെയൊക്കെ ലെങ്ത്, കട്ടിങ്സ്, അങ്ങനെ എല്ലാ രീതിയിലും നല്ല ഭയങ്കര സ്റ്റൈലിഷായിട്ട് ഒരുക്കിയിരിക്കുകയാണ് പടം. പിന്നെ ഇത് പടത്തിലോട്ട് ഞാൻ എത്തണേ ഉള്ളൂ. പിന്നെ ആ കഥ പറഞ്ഞ രീതി, ഈ ഗ്രാമ പശ്ചാത്തലം, ഇതെല്ലാം നല്ല രീതിയിൽ ഒരുക്കി ആർട്ട് ഡയറക്ഷൻ അത് മികച്ചു തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇത് ആർട്ട് ഡയറക്ഷൻ എന്ന് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ അവർ ഒതുക്കിയിട്ടുണ്ട്. ഒരു ആർട്ട് ഡയറക്ഷൻ ഇതിനകത്തുണ്ടെന്നേ പറയില്ല. കാരണം ഇതെല്ലാം എവിടെയായാലും ഇത് ഒരു പർട്ടിക്കുലർ പല സ്ഥലത്തായിട്ടായാലും ഇതെല്ലാം ചെയ്തെടുക്കണം. അങ്ങനെ ആ ഒരു സീക്വൻസ് എല്ലാം ചെയ്ത് കൊണ്ടുവന്ന് ഈ വിശ്വാസത്തിനെ അതിൻ്റെ അതേതായ രീതിയിൽ അന്നത്തെ കാലത്ത് കൊണ്ടുപോയി ആ രീതിയിൽ കൃത്യമായിട്ടും ഒന്നിലധികം ആത്മാക്കളെ പ്രസന്റ് ചെയ്യണ രീതി അന്നത്തെ ഒക്കെയുള്ള എന്നെ പോലുള്ളവർക്ക് ഫീൽ ചെയ്യും. അത്ര രീതിയിൽ അങ്ങനെ നമ്മൾ പേടിച്ചിരുന്നതുകൊണ്ട് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിരിക്കുന്ന ചിത്രമാണ് സുമതി വളവ് എന്ന് പറഞ്ഞാൽ.
രീതിയിലും എനിക്കൊരു കുറ്റം പറയാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ ആ ഒരു പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഒരുക്കിയിരിക്കണത്, ആ പശ്ചാത്തലം ഇന്ന് ഒരുക്കിയിട്ട് ഈ രീതിയിൽ ഇത്ര 7 കോടി ബഡ്ജറ്റിൽ എടുക്കണ ഈ സുമതി വളവ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ മസ്റ്റ് തിയേറ്ററിൽ പോയി കാണണം. കാരണം എന്ന് പറഞ്ഞാൽ ആ പടം അത് 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 അതിൽ ആ പടം അതിൻ്റെതായ ഒരു പ്രസന്റിങ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതെന്ത് ഞാൻ പറയണമെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറയിലെ കുട്ടികളിൽ നിങ്ങളൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ പടം ഒരുക്കിയിരിക്കുന്നത് ആ കാലഘട്ടത്തിലായതുകൊണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പടത്തിന് ഈ ഡയറക്ടർ ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ്, ഈ ഏതൊക്കെ പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാത്തതാണ് 80-90% ആർട്ടിസ്റ്റുകൾ. എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് അവർ പഴയ ഒരുപാട് പല ചിത്രങ്ങളിലും പല സീരിയലിലോ പലതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും. എനിക്ക് അറിഞ്ഞുകൂടാന്നുള്ളേ ഉള്ളൂ. ഇത്തരം ആർട്ടിസ്റ്റുകളെയൊക്കെ ഈ ചെറിയ ബഡ്ജറ്റിൽ കാസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവരെല്ലാം റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയം, അതായത് ഈ കഥാപാത്രത്തിന് വേണ്ട സബ് ആർട്ടിസ്റ്റുകൾ മുതൽ മെയിൻ ആർട്ടിസ്റ്റുകൾ എല്ലാവരും, ഇതെല്ലാം ഒരു ഗ്രൂപ്പ് വർക്കോട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാമത്തിൽ സിനിമ കാണിക്കുമ്പോൾ നമ്മൾ ആ ഗ്രാമത്തിൽ ഇരിക്കണം തോന്നിപ്പോകും. ആ ഓരോ സീൻസിലും വിഷ്വലൈസ് ചെയ്ത് ആത്മാവിനെയും മറ്റു കാര്യങ്ങളും കാണിക്കുമ്പോൾ അതിൽ നമ്മൾ ഇൻവോൾവ് ആയി പോകണമെന്ന് തോന്നും. നമ്മൾ അതിലവർ അനുഭവിക്കണം എന്നുള്ളൊരു ഫീലിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ രീതിയിലെല്ലാം കാസ്റ്റ് ചെയ്ത് ഒരുക്കിയ കാസ്റ്റ് ചെയ്തവരും ഇതിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയവർക്കും അതിനെ ഡയറക്റ്റ് ചെയ്തവർക്കും ഒരു 100-100 അഭിനന്ദനങ്ങൾ, അല്ലെങ്കിൽ 10-10 സ്റ്റാർ കൊടുക്കേണ്ടി തന്നെ വരും. അത്ര നന്നായിട്ട് ഈ പടം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്, ഒന്നാമത് അത് തിയേറ്ററിൽ പോയി കാണണം. പിന്നെ സിനിമയെക്കുറിച്ചൊക്കെ അത്യാവശ്യം സ്റ്റഡി ചെയ്യണവർക്ക് ഈ സിനിമ ഒരു പഠന വിഷയമായിട്ട് എടുക്കാവുന്നതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പടത്തിൻ്റെ ക്യാമറ, നല്ല സ്റ്റൈലൻ ക്യാമറ വർക്ക് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഗ്രാമമൊക്കെ കാണിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റില്ലടിച്ചൊക്കെ ഷോട്ട് ഇട്ടിട്ട് അതുപോയിട്ട് മാത്രമല്ല കുറച്ച് കഥാപാത്രങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഷോട്ടുകളൊക്കെ ആയിരിക്കും അധികവും ക്യാമറകളിൽ കൂടെ പോണത്. ഇതങ്ങനെയില്ല. 50 മുതൽ 100-150 കഥാപാത്രങ്ങൾ ചെറുതും വലുതുമായിട്ട് ചിത്രത്തിലുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് ഡയറക്ടർ ആഗ്രഹിച്ച പോലെ തന്നെ ഓരോ ചെറിയ കഥാപാത്രം മുതൽ വലിയ കഥാപാത്രം വരെ പ്രേക്ഷകന്റെ മനസ്സിലോട്ട് പതുക്കെ പ്രൊജക്റ്റ് ചെയ്യണ രീതിയിൽ അതിന് അഡോപ്റ്റായി പോയിരിക്കുന്ന ക്യാമറ വർക്ക്. ക്യാമറമാന് ഈ ചെറിയ കഥയ്ക്ക് ചെറിയ ബഡ്ജറ്റിനകത്ത് നിന്നോട്ട് ചെയ്തിരിക്കുന്ന ക്യാമറാമാന് 100-100 മാർക്കും 10-10 സ്റ്റാറും തന്നെ കൊടുക്കേണ്ടി വരും. ആ നിലയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമത് പറയണതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റിങ്, സീൻ സീക്വൻസിക്കൊക്കെ കൊടുത്തിരിക്കുന്ന ലൈറ്റിങ്. അത് ആ ലൈറ്റിങ് കൊടുത്ത എല്ലാവർക്കും, കാരണം ആ യൂണിറ്റിന് കംപ്ലീറ്റും നല്ല അഭിനന്ദനം അറിയിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഇതെല്ലാം ഞാൻ പോസിറ്റീവ് പറയണതാണ്. നാലാമത്തെ കാര്യം എൻ്റെ മ്യൂസിക്. നല്ല രസികം പാട്ടുകൾ, അത് നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ ആ ഗ്രാമത്തിന് എന്താണ് ഉണങ്ങണത് ആ രീതിയിൽ ചെയ്തിരിക്കുന്ന മ്യൂസിക് ഡയറക്ഷൻ. ഞാൻ മ്യൂസിക് ഡയറക്ടറൊന്നും ആരൊന്നും ഇതുവരെ എടുത്ത് നോക്കിയില്ല, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. നല്ല എക്സലൻറ്റ് മ്യൂസിക് ഡയറക്ഷൻ. 10-10 മാർക്ക് മ്യൂസിക് ഡയറക്ടർക്കും കൊടുക്കുകയാണ്. പിന്നെ ഇത് അഞ്ചാമത് പറഞ്ഞ ഇതിലെ കഥ, തിരക്കഥ, സംവിധാനം, സംഭാഷണം. കഥ ആരുടെയാണെന്നും തിരക്കഥ ആരുടെയാണെന്നും ഞാൻ നോക്കിയില്ല. ഇത് ഇവരുടെ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റും സീൻ ബൈ സീൻ പോണ്. കഥ, തിരക്കഥ, സംവിധാനം, സംഭാഷണം, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ, ഓരോന്നും തിരിച്ച് അവർ വളരെ പ്ലാനിൽ ഈ 7 കോടി ബഡ്ജറ്റിൽ ഈ പടം ഇത്രയും നല്ല രീതിയിൽ നോക്കണമെങ്കിൽ അവർ വളരെ പ്ലാനഡ് വർക്കാണ്. ആ പ്ലാനഡ് വർക്ക് കൃത്യമായിട്ടൊരു ചെയ്ത രീതി, പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി, സോ വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ. ഇതവിടെ. ഇനി അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വസ്ത്രാലങ്കാരം. സാധാരണ നമ്മൾ എങ്ങനെ നോക്കിയാലും എവിടെയെങ്കിലും കുറച്ച് സാരിയോ മറ്റെന്തെങ്കിലുമൊക്കെ ഏച്ച് കെട്ടിയോ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഡാൻസ് സീനിലൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് വലിയ കളർഫുൾ ആക്കിയൊക്കെ നമ്മൾ വേറെ ലെവലിൽ വേറെ കൊണ്ടു.
ഇതാ ഗ്രാമത്തിൽ നിന്ന് പടം എങ്ങും മാറണില്ല. സുമതി വളവും ഗ്രാമവും ചെക്ക് പോസ്റ്റും ഇതിനകത്ത് ഡാൻസ് ചെയ്യുമ്പോൾ എന്താണോ അവർക്ക് വേണ്ട വസ്ത്രധാരണം, നോർമൽ ആ ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ വസ്ത്രം എന്താ അതങ്ങനെ. അത് വിട്ട് നായികയൊക്കെ കാണിക്കുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരു ആ നായിക ഇട്ടിരിക്കുന്ന ചുരിദാർ, നായിക ഇട്ടിരിക്കുന്ന വളകൾ പോലും, ചുരിദാർ, വള, അവരുടെ ഹെയർ സ്റ്റൈല്, അവരുടെ ചിരി, ആ ചിരിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഫേഷ്യൽ ഇതുണ്ട്, ഇത് ചെരുപ്പ്, ഇതെല്ലാം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗ്രാമ പശ്ചാത്തലത്തിൽ കാണിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ നായികയുടെ മാത്രമല്ല, ഒപ്പം ഈ എല്ലാ കഥാപാത്രങ്ങളും ഹരിശ്രീ അശോകന്റെ മകൻ അഭിനയിച്ചിരിക്കുന്ന, നമ്മുടെ നായക നടൻ അഭിനയിച്ചിരിക്കുന്ന അവന്റെ കോസ്റ്റ്യൂം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സപ്പോർട്ട് ആർട്ടിസ്റ്റിന്റെ കോപ്പി, ഇവരുടെ സുഹൃത്തുക്കളുടെ കോസ്റ്റ്യൂം, ഇതിലൊന്നും ഒരു നെല്ലട വ്യത്യാസം വന്നിട്ടില്ല. ഒരു വിധത്തിൽ ആ കോസ്റ്റ്യൂം ഡിസൈനിങ്ങും പിന്നെ അതിന്റെ മേക്കപ്പ് ഒരു, കാരണം അവർക്കൊക്കെ ഒരു 100% എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 10ൽ 10 മാർക്ക് തന്നെ ഈ സിനിമയ്ക്ക് കൊടുക്കുകയാണ്. ഇനി അടുത്ത് ഇതിൻ്റെ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ സിനിമയ്ക്ക് ഒരു 3-4 പാട്ട്, ഡാൻസ് പാട്ടുണ്ട്, ഡാൻസ് ചെയ്യണത്, അതിൻ്റെ കോറിയോഗ്രാഫി. കാരണം ഈ ബഡ്ജറ്റിൽ ഇത്ര ആർട്ടിസ്റ്റുകളെ കൊണ്ടുവച്ചിട്ട് പരമാവധി ഈ നായക നടനെയും ഈ സൈഡിൽ നിൽക്കുന്ന നടന്മാരെയും മറ്റു പലരെയൊക്കെ ഡാൻസ് പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ ജോലിയൊന്നുമല്ല. ഈ താളത്തിന്, അത് പ്രേക്ഷകർ ഒറ്റ സ്റ്റെപ്പിൽ കണ്ടിട്ട് പോകും. ഞങ്ങളെപ്പോലുള്ളവർക്കറിയാം ആ താളത്തിന്, ആ ഋതത്തിന് കൃത്യമായിട്ട് കൊണ്ടുവന്ന് ഓരോ ഷോട്ട് ബൈ ഷോട്ടായിട്ട് കൊണ്ടുപോകണം. ഈ ബഡ്ജറ്റിലൊന്നുകൂടെ, അതാണ് ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ ബഡ്ജറ്റിനെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കണതുകൊണ്ട്, ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇവരെ കൊണ്ടുവന്ന് എത്രയോ ദിവസത്തെ ട്രെയിനിങ് ഇത് കൊടുത്തിട്ട് വേണം ക്യാമറയുടെ മുമ്പ് കൊണ്ടുവന്നിട്ട് കറക്റ്റ് ഇത് പോകാൻ, ഷോട്ട് ബൈ ഷോട്ട് പോകാൻ. അതിനകത്ത് ഈ ഡാൻസ് ചെയ്താൽ പോരാ, കഥാപാത്രത്തിനനുസരിച്ച് എല്ലാവരുടെ എക്സ്പ്രഷൻ ചലിക്കുന്നുണ്ട്, ഫേസിന്റെ എക്സ്പ്രഷൻ. അതൊരു സൂപ്പറായിട്ടുണ്ട്. കോറിയോഗ്രാഫി നന്നായിട്ടുണ്ട്. കാരണം ആ ലെവലിനകത്ത് നമുക്കൊക്കെ അറിയാം ബഡ്ജറ്റ് എത്രയുണ്ട്, അതിനനുസരിച്ച് എങ്ങനെ, ആ രീതിയിൽ നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ കോറിയോഗ്രാഫി, ഡാൻസ് കോറിയോഗ്രാഫി എക്സലൻ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. 100% അഭിനന്ദനങ്ങൾ. പിന്നെ അടുത്ത് എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗാനരചന, ഇതെല്ലാത്തിനും വളരെ ലളിതമായിട്ടുള്ള വരികളിൽ കൂടി അതിൻ്റെ ഗാനം രചിച്ചിരിക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഫീൽ ചെയ്യണ സിമ്പിൾ വരികൾ. ആ ഗാനരചനയും തികച്ചും അഭിനന്ദിക്കുകയാണ്. അങ്ങനെ എല്ലാം കൂടെ ഒത്തുചേർന്ന്, പിന്നെ ഇതിൽ ഇതിൻ്റെ ആർട്ടിസ്റ്റുകളെല്ലാവരും തന്നെയും എല്ലാവരും മികച്ച് തന്നെ നിൽക്കുന്നത്. ഇതിൽ പിന്നെ 1-2 നടിമാർ പോപ്പുലറാണ്, എനിക്കറിയാം. തമിഴിലൊക്കെ അഭിനയിച്ച് മാരൻ സിനിമയിലൊക്കെ സബ് ക്യാരക്ടർ അഭിനയിച്ച കുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയായിട്ടൊക്കെ അഭിനയിക്കുന്നത്, മീൻസ് ഒരു കഥാപാത്രം ചെയ്യണത്. മറ്റുള്ളതൊക്കെ പുതുമുഖങ്ങളൊക്കെയാണ്. ഇവര് എല്ലാവരുടെയും അഭിനയം ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ആത്മാർത്ഥതയോടെ ആ കഥാപാത്രത്തെ ഉൾക്കാഴ്ചയിലോട്ട് ഇറങ്ങിപ്പോയി, അങ്ങോട്ട് ആഴമായിട്ട് ഇറങ്ങിപ്പോയി അവരുടെ ഒരു പ്രോജക്റ്റ് പോലെ ചെയ്തിട്ടുണ്ട്. നല്ല എക്സലൻ്റ് എന്ന് തന്നെ പറയുന്നത്. എല്ലാവരും അഭിനയം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കേട്ടോ. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എല്ലാവരും അതിലഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങൾക്കും. ഇങ്ങനെയൊക്കെ പോണ ഈ സിനിമയുടെ പോസിറ്റീവ് ഞാൻ പറഞ്ഞു. ഇനി എൻ്റെ നെഗറ്റീവ്, ഇതിൽ 1-2 വിഷയങ്ങളിൽ നെഗറ്റീവായിട്ട് തോന്നിയ ഒരു പ്രധാന വിഷയം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, പ്രേക്ഷകർക്ക് മനസ്സിലാവണം. ആ കാലഘട്ടമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയണം. അതായത് എപ്പോഴും പൂജാരി അതിനകത്ത് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പൂജാരിയല്ല, പൂജയുമായിട്ട് ബന്ധപ്പെട്ട 1-2 കഥാപാത്രങ്ങളെ. പക്ഷെ ഇവരെല്ലാവരും ഉള്ളപ്പോൾ തന്നെയും ഈ യാത്രകളിൽ ഒരിക്കലും ഈ യക്ഷിയെ തളയ്ക്കാൻ കരുതി, അതായത് യക്ഷികൾ പലവിധമാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ യക്ഷിയെ പിടിക്കാൻ കരുതിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പൂജകളുടെ, അതായത് ഇതിൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പൂജാതി കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരും നീങ്ങണ കണ്ടിട്ടില്ല. എപ്പോഴും പ്രശ്നം വരികയോ അല്ലെങ്കിൽ അവിടെ യക്ഷി ഉണ്ടെന്ന് പറയുകയോ ചെയ്യുമ്പോൾ ഇവരെല്ലാവരും ഓപ്പണായിട്ട് അവിടെ ചെന്നപ്പെടുന്നുണ്ട്. അന്നത്തെ കാലത്ത് അതല്ല. യക്ഷി ഉണ്ടെന്ന് പറയുകയും അതിനകത്തൊരു വിഷയം വരികയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും ഇവരുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അവരവിടെ എത്തുകയും, അത് കഥാപാത്രമായിട്ട് ഇതുപോലെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിയാലും അതിന് വേണ്ട ചില മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യും, അല്ലെങ്കിൽ അതിനുവേണ്ട രക്ഷകൾ ചെയ്യാറുണ്ട്. അന്നത്തെ കാര്യമാണ് ഞാൻ പറയണത്.
ചെയ്യാറുണ്ട്. അതിൽ കന്യകയായി ഒരു പെൺകുട്ടി മരിക്കണമെങ്കിൽ അതിന് മന്ത്രം വേറെയാണ്. പിന്നെ ദുർമരണം സംഭവിച്ചാൽ അതിന് മന്ത്രം വേറെയാണ്. അല്ലാത്ത അതായത് നല്ല പ്രായത്തിൽ നോർമലായി മരിച്ചു പോയാൽ അതിന് ഉള്ള മന്ത്രം വേറെയാണ്. ഇതിനെയൊക്കെ പിടിച്ചു കെട്ടുന്ന രീതി, പിടിച്ചു കെട്ടാൻ കരുതിയുള്ള രീതികൾ, ഇങ്ങനെ ഇതിനൊക്കെ കുറച്ച് നമ്മുടെ എന്തു പറയണ നമ്മുടെ ഏഷ്യൻ മെത്തോളജി ആയിട്ടും ഹിന്ദു മെത്തോളജി ആയിട്ടും, അതായത് ഹിന്ദു അല്ല, നമ്മുടെ ഹൈന്ദവ എന്നല്ല, ഹിന്ദു എന്തേലും പറയാം, നമ്മളെ ഹിന്ദു മതത്തിൻ്റെ അതിൻ്റെ ഒരു വിശ്വാസപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ കുറേ കിടപ്പുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളേ ഉള്ളൂ. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ തന്നെയും മരിക്കപ്പെടുന്ന കുട്ടികളൊക്കെ വീണ്ടും ഇത് നടക്കുകയാണെങ്കിൽ ഈ ആത്മാക്കളെല്ലാം അവിടെ പ്രസൻറ്റിൽ വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊന്നും ആ കാലഘട്ടത്തിലെ കഥയാണ് ഞാൻ പറഞ്ഞത്. ആ കാലഘട്ടത്തിലെ കഥയാണ് ഇതിനകത്തൊന്നും അങ്ങനെ ഒരു പ്രതിവിധി ഇതിനകത്ത് കാണിക്കുന്നുമില്ല. അത് അതിനകത്തൊരു സ്ക്രിപ്റ്റിലൊരു ചെറിയ, കാരണം അതൊരു വലുതായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചില്ലെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കായിരുന്നു. അപ്പോൾ ഇതിലൊരു വലിയ കുറവായിട്ട് എനിക്ക് തോന്നി. അതാണ് ഇതിനകത്തുള്ള ഒരു ഡ്രോബാക്ക്. പിന്നെ അതൊരു മൈനസ്. പിന്നെ ഒരു സെക്കൻഡറി മൈനസ് എന്ന് പറയുന്നത്, ഈ സുമതി വളവിൻ്റെ അവിടെ എന്ന് പറയുന്നത് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഇവർ പലപ്പോഴും ഒറ്റയ്ക്ക് ടക്കനെ പോകുന്നു. കഥാപാത്രത്തിൽ നമ്മളിപ്പോൾ എങ്ങനെയായാലും ഒരു വിഷയം ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും ഞാനതിനെ ക്രോസ് ചെയ്ത് റിസ്ക് എടുക്കുമെന്ന് പറഞ്ഞ ഒരു എഫക്റ്റിൽ ആരും പോകുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരാൾ ഒറ്റയ്ക്ക് പോകണത്. അതിൽ എസ് ഐ വരുന്നുണ്ട്, അയാൾ ഒറ്റ ബുദ്ധിയെന്ന് ആദ്യമേ പറയണം, അയാൾ പോകുന്നത് മനസ്സിലാവും. പക്ഷെ ബാക്കി എല്ലാ കഥാപാത്രങ്ങളും പേടിയാണ്. അതാണ് ഞാൻ നേരത്തെ മുൻകരുതൽ എടുത്തില്ല എന്ന് പറയുന്നത്. അവരെല്ലാം വിശ്വാസികളുമാണ്. അപ്പോൾ ഇവര് പലപ്പോഴും ഒരാവശ്യമില്ലാതെ അവരങ്ങ് ആ ടൈമിൽ അങ്ങ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ഇവരെല്ലാവരും സിംഗിൾ യാത്ര ചെയ്യുക എന്ന് പറയുന്ന ഒരു റൂട്ട് എന്തോ, അല്ലെങ്കിൽ കഥയെ അങ്ങനെ കൊണ്ട് പറയണം, എസ് ഐ കൊണ്ട് പറഞ്ഞതുപോലെ നമുക്കത് അങ്ങനെ തോന്നിയത്. ഇന്ന് പടം ഒരിക്കലും മോശമൊന്നുമല്ല, ചില ഡ്രോബാക്ക് എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊക്കെ നമ്മൾ അന്നത്തെ സിറ്റുവേഷനോട്ട് പറഞ്ഞതാണ്. സിനിമയായിട്ട് കാണുമ്പോൾ ഈ വിഷയം വരണില്ല, ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം, അതും ഇതിനകത്ത് ഒരു പ്രൊജക്ഷൻ തോന്നി. ഇങ്ങനെ ഒരു 1-2 ഈ വലിയ മിസ്റ്റേക്ക്, അതായത് അന്നത്തെ കാലഘട്ടത്തിനെ വെച്ചിട്ട് ഈ സിനിമ ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ തോന്നിയ ചെറിയ മിസ്റ്റേക്ക് ഞാൻ ഷെയർ ചെയ്തുള്ളൂ. ഇതിനകത്തുണ്ടായ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. പിന്നെ ഇതിലെല്ലാം കഴിഞ്ഞിട്ട് ഈ കഥാപാത്രങ്ങളെല്ലാം ഇത്രയും രൂക്ഷമായിട്ടും ഇത്രയും ലെവലായിട്ട് നിന്നിട്ടും എല്ലാ വീടുകളിലും അതിനകത്ത് പല വീട്ടിനകത്ത് കറണ്ടൊക്കെ കാണിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, കറണ്ട് വരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഒരു രീതിയിൽ സുമതി വളവിൽ ഒരു ലൈറ്റ് പോലും ഇടാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന് അതിനകത്ത് തോന്നി. ഒരു 5 ലൈറ്റോ ഒരു 50 ലൈറ്റോ അന്നത്തെ കാലഘട്ടത്തിൽ കൊണ്ട് ഇടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അത് അന്വേഷിച്ച് നോക്കുകയോ ചെയ്തിട്ട് അത് യക്ഷി വന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് പോകണമെങ്കിലും മനസ്സിലാവുമായിരുന്നു. അതും അതിനകത്തില്ല. അപ്പോൾ അവിടെ എപ്പോഴും ഒരു പ്രശ്നമുള്ള സ്ഥലത്ത് ഡ്രോബാക്ക് പോലെ വിട്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു വിധത്തിലും അതിനെ ക്ലാരിറ്റി, അതിൻ്റെ അകത്തുള്ള വീടുകളിലൊക്കെ ലൈറ്റ് കാണിക്കുന്നുണ്ട്, അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി കാണിക്കണോണ്ടാണ് ഞാനത് പറഞ്ഞത്, മനസ്സിലായോ? അതിനകത്ത് പിന്നെ കല്യാണം നടക്കണോ അതിലൊക്കെ ഇലക്ട്രിസിറ്റി വലിച്ചിടുന്നത്. ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇത് വിഷയമില്ല, കാരണം പിന്നെ അവിടെ വിളക്കിൻ്റെ പുറത്താണ് എല്ലാ കളി. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഒരു 2-3 ഡ്രോബാക്കുകൾ അത് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ കാര്യങ്ങളാണ്. ഇങ്ങനെ തോന്നി. പക്ഷെ അതർവൈസ് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. നല്ല സ്റ്റൈൽ ഓഫ് ഫിലിം. ഈ പടം എടുത്തവർക്കും ഈ പടത്തിൻ്റെ എല്ലാ ടീമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനി കാലഘട്ടം മാറി, ഇത് 2025. ഈ പറഞ്ഞ ഇനി ഞാൻ ജീവിതത്തിലോട്ട് വരാം. നോർമൽ ലെവലിൽ അന്നത്തെ എൻ്റെ വളരെ പേടി കൊണ്ട് വിക്ഷണനായി വെളിയിലിറങ്ങാതിരുന്ന, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ പോലും പുറത്തിറങ്ങാതെ നമ്മൾ വീട്ടിൻ്റെ ബാലൻ്റെ അവിടെ പോവുകയും അല്ലെങ്കിൽ ജനൽ വഴിയൊക്കെ യൂറിൻ പാസ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ പേടി കാരണം. മനസ്സിലായി? അത്രയ്ക്കാണ് പേടിപ്പിക്കണത്. കാരണം ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വാതിലിൻ്റെ തൊട്ടപ്പുറത്ത് പോലും പോകില്ല.
അത്ര പേടിപ്പിക്കണ യക്ഷിക്കഥകളുള്ള കാലം. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി വൈദ്യുതി നമ്മുടെ ലോകത്തോട്ട് കടന്നു വന്നു. വൈദ്യുതി ലോകത്തോട്ട് കടന്നു വരികയും എല്ലായിടും സ്ട്രീറ്റ് ലൈറ്റ് വരികയും എല്ലായിടും വീടുകൾ വൈദ്യുതി വലിക്കുകയും ഇന്ന് മൊബൈലിൽ പോലും ഒന്ന് വെളിച്ചം ഒന്നണഞ്ഞാൽ നമുക്ക് കത്തിച്ച് ലൈറ്റ് പിടിക്കുന്ന കാലഘട്ടത്തിൽ വന്നതോടുകൂടി ഈ പറഞ്ഞ എല്ലാ യക്ഷികളും എവിടെയോ പോയി മറഞ്ഞു. അപ്പോൾ ഈ യക്ഷികളൊക്കെ തികച്ച് സാങ്കല്പികമായിരുന്നു എന്നുള്ളത് കാലം തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോഴും 90% പേര് വിശ്വസിക്കുന്നു. എന്നെ പോലുള്ളവർ, ഞങ്ങൾക്കൊക്കെ പിന്നീട് മനസ്സിലായി, കാലങ്ങളൊക്കെ മാറി, ഞങ്ങൾ വേറെ ജീവിതത്തിൽ ചിന്ത വന്നു, നമ്മൾ കൂടുതൽ സയൻസിനെ കുറിച്ച് പഠിച്ചു, മറ്റ് ചിന്താഗതി വന്നു. ഭൂമി മാത്രമല്ല ഈ ലോകത്തുള്ളത്, പ്രകൃതി ഇങ്ങനെ കിടക്കുകയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും കാര്യങ്ങൾ പിടികിട്ടുകയും ചെയ്തതിന് ശേഷം ഇലക്ട്രിസിറ്റി കൂടെ വന്നപ്പോൾ നിങ്ങളെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു രക്ഷയെ കാണാൻ പറ്റുമോ? ഇന്നാണെങ്കിൽ ദുർമരണങ്ങളേ ഉള്ളൂ. റോഡേ ഡെയിലി ഒരു 50 ആക്സിഡൻറ്റ് ചാവും. 50 ഡെയിലി ചാവും. പിന്നെ ഒരു കുറഞ്ഞത് നമ്മൾ ചുറ്റുവട്ടത്ത് തന്നെ സൂയിസൈഡ് കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സൂയിസൈഡ് ഇല്ലാത്ത എത്ര ദിവസമുണ്ട്? ഒരു മാസത്തിൽ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു 10 സൂയിസൈഡെങ്കിലും നടക്കും. ഇവരൊക്കെ പഴയ കണക്കിൽ ദുർവാത്മാക്കളാണ്. നമ്മൾ എവിടെ നോക്കിയാലും ഇവരുണ്ടാവണം. ഇപ്പോൾ ഇവരാരെങ്കിലും കാണാൻ കിട്ടുമോ? നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ എത്രയോ പേര് മരിച്ച്. ഇവരാരെങ്കിലും ആത്മാക്കളെ നിങ്ങൾക്ക് കണ്ടെടുക്കാൻ പറ്റുമോ? അപ്പം ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അഡോപ്റ്റായി. ഇന്നും അതങ്ങനെ നിൽപ്പുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് അതാണ് വേണം, വിശ്വാസത്തെയും എൻ്റെ ആ ഒരു കാര്യത്തെയും ഞാൻ പറഞ്ഞുകൊണ്ട്, സുമതി വളവ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഞാൻ വളരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് നിങ്ങൾ ആലോചിക്കും, ഈ ആത്മാക്കൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത്രയും ദുർമരണങ്ങൾ നടക്കുന്ന ആത്മാക്കൾ ഏതെങ്കിലും നമ്മളെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തും ഇപ്പോൾ ഇതുപോലെ നിൽപ്പുണ്ടോ? ഇല്ല. കറണ്ട് വന്നപ്പോൾ എല്ലാം പോയി. അതായത് എല്ലാം ഇരുട്ടിൻ്റെ മറവിൽ മനുഷ്യനെ പേടിപ്പിച്ചു വെച്ചിരുന്ന കുറേ കെട്ടുകഥകളും പഴങ്കഥകളുടെ ഒരു നീർക്കൂമ്പാരങ്ങളാണ്. പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ഒരു ശക്തിയുണ്ട്, പ്രകൃതിയുടേതായ ഒരു ഇതുണ്ട്. ആ പവറിൽ അതെല്ലാം ഉൽപ്പാദിപ്പിക്കുക, അതിനോട് ഇഴുകിച്ചേരുകയും ചെയ്യും. അതിനപ്പുറം പറയുന്ന ഈ സാധനങ്ങളൊക്കെ, നമ്മളീ ഫ്രെയിമിൽ വരച്ച് വെച്ചിട്ട് പേടിപ്പിച്ചിരുന്ന സാധനങ്ങളൊക്കെ സാങ്കല്പികമാണെന്ന് ഇന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്നല്ല, തെളിയിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഞാൻ എൻ്റെ കാര്യം ഇതിനകത്ത് പറഞ്ഞത്, കൊച്ചിലുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയൊക്കെ കാണുമ്പോൾ എൻ്റെ പ്രേക്ഷകർ ഈ കഥകളൊക്കെ കാണുമ്പോഴും ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ പ്രേക്ഷകരെ, പുതിയ തലമുറ, നിങ്ങൾ ചിന്തിച്ചിട്ട് അത് മനസ്സിലാക്കുക. ഓരോന്നും ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ഇതുണ്ടെങ്കിൽ അത് പോസിറ്റീവ് വരട്ടെ. അന്നൊക്കെ ഇത്രയും എൻ്റെയൊക്കെ കൊച്ചിലേക്ക് 1000കണക്കിന് 10000കണക്കിന് യക്ഷി 1 കിലോമീറ്റർ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. അടുത്തൊരു ദുർമരണം നടന്ന അയാൾ പിന്നെ അടുത്ത 100 വർഷം ആത്മാവ് ഇവിടെ നിന്ന് പോലും ഇവിടെ തന്നെ കടന്ന് കറങ്ങും. അങ്ങനെയാണ് പേടിപ്പിക്കുന്നത്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ആത്മഹത്യകൾ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന മരണങ്ങൾ, ആക്സിഡൻറ്റിൽ നടക്കുന്ന മരണങ്ങൾ, ഏതെങ്കിലും ഒരു ആത്മാവ് എവിടെയെങ്കിലും ഉണ്ടാകും. ഇതൊക്കെ മനുഷ്യൻ്റെ കുറേ ചെയ്തികളും വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഈ ഒരു വിശ്വാസത്തെ ഒന്ന് ചോദ്യം ചെയ്യുന്ന ആളല്ല കേട്ടോ, അതൊക്കെ അവരൊരു വിശ്വാസമാണ്, ഞാൻ അതിനങ്ങനെ വിടുകയാണ്. പക്ഷേ നമ്മുടെ ബാല്യകാലത്ത് നമ്മുടെ മനസ്സിൻ്റെ ബ്രെയിനിനെ ഡെഡാക്കുന്ന പരിപാടിയാണ് ഇതെല്ലാം. നമ്മളെ പേടിയിൽ കൊണ്ടെത്തിക്കും, നമ്മുടെ പഠനത്തിനെ ബാധിക്കും, നമ്മുടെ സ്കില്ലുകളെ ഇത് ബാധിക്കും, നമ്മുടെ എല്ലാ മേഖലയും ഇത് സ്റ്റക്ക് ചെയ്യിക്കും പേടിപ്പിക്കുമ്പോൾ. എൻ്റെയൊക്കെ നല്ല ടൈം മൊത്തവും ഒന്നാതെ ജീവിതം വഴിയാധാരം, അതിൻ്റെ ഇടയിൽ കൂടെ ഈ നാട്ടിലെ പേടിപ്പിക്കലും വീട്ടിലെ പേടിപ്പിക്കലും കാരണം ബ്രെയിനെല്ലാം സ്റ്റക്കായിപ്പോയി. ആ സമയത്ത് എന്തെങ്കിലും എഴുതാൻ പോലും പഠിച്ചാൽ പോലും നമ്മളെ ബ്രെയിനിൽ ഇതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഒരു നെഗറ്റീവ് എനർജി ആണ് ഇതിനകത്ത് ഫുള്ള് ഫോമായി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ആധുനിക യുഗത്തിലെ കുട്ടികൾക്ക് അതൊന്നുമില്ല. നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോസിറ്റീവാണെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൂഫ് ചെയ്യാൻ പറയണം. ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൂരെയൊന്നും പോകണ്ട, ഒന്നും വേണ്ട. നമ്മളെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തിൽ, എൻ്റെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് കഴിഞ്ഞ മാസം 4-5 ആത്മഹത്യ നടന്നു. ഇവരെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറയണം. മറ്റുള്ളവരെയൊക്കെ പോട്ടെ, നമ്മളെ അച്ഛനൊക്കെ മരിച്ചു, അവരൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല, സ്വർഗത്തിൽ അവരെ ആത്മാവിരിക്കണം. ശരി, അവരൊക്കെ പോട്ടെ. ദുർമരണങ്ങളെ ബേസ് ചെയ്താണ് ഈ കഥകളൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയ പ്രേക്ഷകരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ചുറ്റുവട്ടത്ത് നടന്ന എല്ലാ ദുർമരണങ്ങളും നടന്ന ഒരു ആത്മാവിനെ ഒന്ന് ഇപ്പോൾ ഈ വെളിച്ചത്തിൽ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി, പ്രശ്നം അവിടെ തീരും. അതുകൊണ്ട് ഇതൊരു വിശ്വാസം അങ്ങനെ തന്നെ അവരവരെ ഞാൻ ചോദ്യം ചെയ്യണില്ല. പക്ഷേ ഇതൊക്കെ വെറും സാങ്കല്പികപരമായ അച്ചുതണ്ടും മാത്രമാണെന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും സുമതി വളവ് തിയേറ്ററിൽ പോയി കാണുക. ഇത്തരം ചിത്രങ്ങൾ, നമ്മൾ പ്രൊഡക്ടിവിറ്റി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ സംസ്കാരമൊക്കെ അതിനകത്ത് നിൽപ്പുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കാനും
കൂടുതൽ നിങ്ങൾക്ക് അറിവ് നേടാനും കൂടെ ഉപകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സുമതി വളവിലെ എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് സൈനിങ് ഓഫ് നൊവാക് സോളോ.